ഭക്ഷണത്തിൻ്റെ കാര്യം പറയാം. നിങ്ങൾക്ക് ഒന്ന് ഇങ്ങോട്ട് വെക്കാൻ പറ്റുമോ? ആ മൈക്ക് പിടിച്ച് അങ്ങനെ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ എല്ലാ മേഖലയിലും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ഒപ്പം തന്നെ ഈ മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കാനുള്ള ബെയിലി പാലം അത് നിർമ്മിക്കുന്നതിനുള്ള സാമഗ്രികൾ ബംഗളൂരുവിൽ നിന്ന് ഉച്ചയോടെ എത്തുമെന്നും ഇപ്പോൾ റവന്യൂ മന്ത്രി കെ രാജൻ പറയുന്നുണ്ട്. റാഫിയിലേക്ക് പോകുന്നു. റാഫി, ഈ മണ്ണ് നീക്കിയുള്ള പരിശോധന അവിടെ നിന്ന് ഇപ്പോൾ മുണ്ടക്കൈ ഭാഗത്താണ് റാഫി മനസ്സിലാവുന്നു. അവിടെ കൂടുതൽ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കുന്നുണ്ടോ? ഒപ്പം മണ്ണ് നീക്കിയുള്ള പരിശോധനയിൽ ഈ മൃതദേഹങ്ങൾ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? തീർച്ചയായും പരിശോധനകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. വലിയൊരു കോൺക്രീറ്റ് ഭാഗം, ഒരു വീടിൻ്റെ പൂർണ്ണമായ കോൺക്രീറ്റ് ഭാഗം നീക്കി വേണം ഇവർക്ക് ഈ പരിശോധനകൾ നടത്താനായിട്ട്. പക്ഷേ ഇവിടെ ചെറിയ പ്രതിസന്ധികളുണ്ട്. ഈ ഇത്തരത്തിൽ ഇവിടെ ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വോളണ്ടിയേഴ്സിന് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ രക്ഷാപ്രവർത്തനം ഇവർ നടത്തുന്നത്. കാരണം ഈ വലിയ കോൺക്രീറ്റ് ഭാഗങ്ങൾ പൊളിച്ചു മാറ്റുന്നതിന് വലിയ കായിക അധ്വാനം ഇവർ എടുക്കേണ്ടി വരുന്നു. കാരണം ഉപകരണങ്ങളുടെ അപര്യാപ്തതയുണ്ട്. ഈ ഉപകരണങ്ങൾ ഇങ്ങോട്ട് എത്തിച്ചിട്ടില്ല ഇതുവരെയും. ഒപ്പം തന്നെ കുടിവെള്ളവും ഒപ്പം ഭക്ഷണവും ഒന്നും ഇവിടേക്ക് രാവിലെ മുതൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഈ കുടിവെള്ളവും ഭക്ഷണത്തിനും അല്ല ഇവർ പ്രധാനമായും ചോദിക്കുന്നത്, ഈ ഉപകരണങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ്. വലിയ മനുഷ്യാധ്വാനത്തിലൂടെ ഈ ജോലികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. കാരണം ഒരു ചിറ്റിക മാത്രം ഉപയോഗിച്ച് ഒരു വീടിൻ്റെ പൂർണ്ണമായ കോൺക്രീറ്റ് ഭാഗം പൊളിച്ചു മാറ്റേണ്ട ബുദ്ധിമുട്ടാണ് ഇവർ നേരിടുന്നത്. ഒപ്പം തന്നെ ഈ കോൺക്രീറ്റ് ഭാഗത്തിലുള്ള കമ്പികൾ മുറിച്ചു മാറ്റുന്നതിനുള്ള ഒരു സജ്ജീകരണമില്ലാത്തത് ഇവർക്ക് വലിയ ബുദ്ധിമുട്ടാകുന്നുണ്ട്. ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളോട് തന്നെ അവർ നേരിടുന്ന പ്രതിസന്ധി നമുക്ക് ചോദിക്കാം. എന്താണ് നമുക്കിപ്പോൾ വേണ്ടത് നമ്മൾ കൈകൾ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇത് മൊത്തം. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ വിശക്കുന്ന ആളുകളാണ് മൊത്തം ഉള്ളത്. രാവിലെ മുതൽ ആമർ കൊണ്ടും മറ്റേ കത്തി കൊണ്ടും അതിനെ കൊണ്ടൊക്കെയാണ് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ വീടിൻ്റെ മുകളിൽ മൊത്തം ഞങ്ങൾ എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുന്നത് കൈ കൊണ്ടുള്ള വർക്കാണ്. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാർക്ക് പെട്ടെന്നുള്ള ഭക്ഷണം എത്തിക്കാനുള്ള കൈകാര്യങ്ങൾ നിങ്ങൾ ഒന്ന്. ഈ ഉപകരണങ്ങളുടെ കുറവ് എന്താണ് നിങ്ങൾക്ക്? ഉപകരണങ്ങളുടെ കുറവ് ഒരുപാട് കാര്യങ്ങളെന്ന് വെച്ചാൽ കട്ടറൊക്കെ ഇപ്പോഴാണ് എത്തിയത്. അതുകൊണ്ടാണ് ഇത്. അല്ലെങ്കിൽ ഇതിൽ മുമ്പ് എത്രയോ മുമ്പ് എന്തായിരുന്നു നമ്മളത് നീക്കുമായിരുന്നു. പക്ഷേങ്കിൽ ഇപ്പോഴാണ് നമ്മളെ കട്ടർ എത്തിക്കഴിഞ്ഞത്. അതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ച് താമസിച്ചു പോയത്. 5 ആൾക്കാർ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇപ്പം 5 ആൾക്കാർ, അമ്മ അടക്കം, അമ്മ അച്ഛൻ 2 മക്കളൊക്കെ അടക്കം, ഫോട്ടോ അടക്കം ഞങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തന്നു. 5 ആൾക്കാർ ഇതിനകത്തുണ്ട് ഇപ്പോൾ. തീർച്ചയായും